നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇല്ല രാഘവേട്ട, ആ വീട്ടിലേക്ക് ഒരു നായ്ക്കുട്ടി പോലും പോകില്ല ഇവിടുന്ന്. അല്ലാതെ വേറെ എന്തു എന്നോട് പറയാ. അല്ലാതെ എങ്ങനാ സത്യ അവളുടെ ബർത്ത്ഡേക്ക് ക്ഷണിക്കുന്നത്? ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഫോൺ വിളിച്ചു കിട്ടുന്ന വിളിച്ച് സംസാരിച്ചോ, ഇല്ലെങ്കിൽ വേണ്ട. സത്യമേ, എന്ത് തീരുമാനം എടുത്താലും എനിക്ക് പൂർണ്ണ സമ്മതമാ. ശ്യാമേ, ശാലിനിയുമായോ അവളുടെ കുടുംബവുമായോ ഇനി യാതൊരു ബന്ധവും ഉണ്ടാവില്ലെന്ന് നീ ആരതിക്ക് മേൽ കൈവച്ച് സത്യം ചെയ്യണം. സത്യം മരിക്കും വരെ. അമ്മേ, നീ എന്തൊക്കെയാ പറയുന്നേ? അവൾക്ക് സ്വന്തം വീട്ടുകാരുമായി ഒരു ബന്ധവും പാടില്ലെന്നോ? രാഘവേട്ട, ഇത്രയും കാലം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയേയില്ലായിരുന്നു. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിച്ചിരിക്കണം. പൊന്നി മോളെ നിക്ക്, ഇത് കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കഴിക്ക് മോളെ. മോളെ ഇത് കഴിച്ചിട്ട് പോകാം. വേണ്ട വേണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ മോളെ, അയ്യോ മോളെ. എന്താ മോളെ? എനിക്ക് ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നാലെ നടന്ന് കഴിക്കാൻ പറയാ. പോട്ടെ പോട്ടെ പൊന്നി, ഞാൻ പറഞ്ഞിട്ടില്ലേ അവൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കഴിപ്പിക്കണ്ടെന്ന്. വിശക്കുമ്പോ അവൾ കഴിച്ചോളും. അങ്ങനെ കരുതി ഇത്രയും നേരം കാത്തിരുന്നത്. ഇന്നത്തെ ദിവസം മോള് ജലപാനം കഴിച്ചിട്ടില്ല. ഭക്ഷണം കൊണ്ട് ചെന്നപ്പോ വേണ്ടാന്ന്, വിശപ്പില്ലാന്ന് ചോദിച്ചപ്പോ വിശന്നാല് സാരമില്ലാന്ന്. എന്താ കഴിക്കാത്തെന്ന് ചോദിച്ചപ്പോ ഇനി ഭക്ഷണം കഴിക്കുന്നേ ഇല്ലാന്ന്. ഞാൻ വാരിക്കൊടുക്കാൻ നോക്കിയപ്പോ പാത്രം തട്ടിയെറിയുകയും ചെയ്തു. മോളിങ് വന്നേ. എന്താ മോളെ? എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. കാര്യം എന്താ പൊന്നൂസേ? ദേ, നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് വെച്ച് തരാൻ പറയാം പൊന്നിയോട്, അല്ലെങ്കിൽ വരുത്തിച്ചു തരാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കാര്യം എന്താണെന്ന് പറയും. മോള് പൊന്നി ആന്റിയോട് പിണങ്ങിയോ? പിന്നെ പിന്നെ എനിക്ക് ആകെ ഒരു ഫ്രണ്ടല്ലേ ഉള്ളു സത്യമേ. പിന്നെ എന്താ എനിക്ക് ആ ഫ്രണ്ടിനോട് ഫോണിൽ പോലും സംസാരിക്കാൻ പാടില്ലാത്ത? സത്യയുടെ കാര്യം തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. പപ്പി നിന്നോട് പറഞ്ഞു അത് ചീത്ത കുട്ടിയാണെന്ന്. സത്യ ചീത്ത കുട്ടിയാണെങ്കിൽ ഞാനും ചീത്ത കുട്ടിയാ. പപ്പി ദേ, നിന്റെ അമ്മയെ പോലെ തുടങ്ങരുത് കേട്ടോ. സത്യടുത്ത് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട. ദേ രോഹിത്തെ, ഞാൻ സംസാരിച്ചത് ശരിയാവില്ല. നീ പറഞ്ഞവളെ മനസ്സിലാക്ക്. പപ്പി മോളെ, എന്നോട് മിണ്ടണ്ട. മോളെ, മോളുടെ ബർത്ത്ഡേ അല്ലേ നാളെ? സന്തോഷമായിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ നടത്താനല്ലേ അച്ഛൻ വന്നിരിക്കുന്നത്. അപ്പൊ മോള് ഭക്ഷണം കഴിക്കാതിരുന്നത് എങ്ങനെയാ? എടാ, മോളുടെ ബർത്ത്ഡേ ആണോ നാളെ? അതെ സത്യമേ. ആരുടെയും സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഓർക്കാനിവിടെ ആർക്കാ സമയം? രാഘവേട്ടാ, എങ്ങനെ പറയാതിരിക്കും ഭാമേ? നാളെ പപ്പിയുടെ ബർത്ത്ഡേയാ. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസങ്ങളിലൊന്നാ. എന്നിട്ട് നീ അവളുടെ അമ്മയ്ക്കും അവൾക്ക് മനസ്സമാധാനം കൊടുത്തിട്ടുണ്ടോ?
വേർതിരിവ് നീ കാണിച്ചിട്ടില്ല പറയണ്ട ഭാമേ. ഈ ദിവസം പോലും നീ ശ്യാമയോടും അവളുടെ മോളോടും ഇങ്ങനെ പെരുമാറുന്നത് തന്നെ ശരിക്കുമുള്ള വേർതിരിവ് തന്നെ. രാഘവേട്ട, ദൈവത്തിന് നിൽക്കാത്ത പറയരുത് കേട്ടോ. അല്ലെങ്കിൽ ഈ ദിവസമെങ്കിലും നീയേ ഈ കുഞ്ഞിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തേനെ. ചെറിയൊരാഗ്രഹമല്ലേ അവള് പറഞ്ഞുള്ളൂ. അവൾക്ക് ആകെ ഒറ്റ ഫ്രണ്ടാ ഉള്ളത്. ആ ഫ്രണ്ടിനോടൊന്ന് ഫോണിൽ സംസാരിക്കണമെന്ന് പറഞ്ഞാ അത് തടയതെന്താ? തീഹാർ ജയിലോ? ശരി, ഞാനായിട്ട് ആരുടെ ആഗ്രഹങ്ങളൊന്നും തടയുന്നില്ല. സത്യം ഉം. അച്ഛ, ആ ഫോണിങ് തന്നെ. ശ്യാമേ, ആ ഫോണിങ് എടുത്തേ. പിന്നെ മോളെ, നാളെ മോളുടെ ബർത്ത്ഡേയാ. നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ആരോട് പിണക്കം പാടില്ല. സത്യമ്മയ്ക്ക് മോളോടുള്ള പിണക്കം സത്യമ്മ മറന്നില്ലേ? അതുപോലെ മോൾക്കും ആരോടും പിണക്കം പാടില്ല. വിഷ്ണു അച്ഛനോടും. മോളിപ്പോ എന്താ സത്യം വിളിച്ച് പറയാൻ പോകുന്നത്? ഞാൻ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ പോവാ. ബർത്ത്ഡേക്ക് ക്ഷണിക്കാനോ? പപ്പി, ഭാമേ, അവളുടെ ആഗ്രഹങ്ങളെ സന്തോഷങ്ങളെ തടയിലെന്ന് വാക്കുകൊടുത്താ നീ. മോളെ ധൈര്യമായിട്ട് വിളിക്കും മോളെ. The subscriber you are calling is switched off. Please try after some time. എന്താ പറ്റി? സ്വിച്ച് ഓഫ് അച്ഛ. അത് ചിലപ്പോ വീട്ടിലായതുകൊണ്ടായിരിക്കും മോളെ, ശ്രദ്ധിച്ചു കാണില്ല. നമുക്ക് സത്യ വീട്ടിൽ പോയി ക്ഷണിച്ചാലോ? പപ്പി, പപ്പി, നിനക്ക് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ അത് അനുവദിച്ചു തന്നു. അപ്പോഴത് ബർത്ത്ഡേ ക്ഷണിക്കലായി. ഇനി വീട്ടിൽ പോയി ക്ഷണിക്കാനൊന്നും ഞാൻ അനുവദിക്കില്ല. ഭാമേ, ഇല്ല രാഘവേട്ട, ആ വീട്ടിലേക്ക് ഒരു നായ്ക്കുട്ടി പോലും പോകില്ല ഇവിടുന്ന്. അല്ലാതെ വേറെ എന്തു എന്നോട് പറയാം. അല്ലാതെ എങ്ങനാ സത്യ അവളുടെ ബർത്ത്ഡേക്ക് ക്ഷണിക്കുന്നത്? ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഫോൺ വിളിച്ച് കിട്ടുന്ന വിളിച്ച് സംസാരിച്ചോ, ഇല്ലെങ്കിൽ വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.